LDF എന്ന് പറഞ്ഞ സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം. അതെ. ഇപ്പോഴാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ഈ MSC എന്ന് പറഞ്ഞ കപ്പലുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം, അദാനി, വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വർഗീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തുന്നൊരു വലിയ ശ്രമം ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടായിരിക്കണം ഇപ്പോൾ ഹിന്ദു മഹാസഭ. അതെ. വെച്ചാൽ നമുക്കറിയാം മഹാത്മാഗാന്ധിയെ വരെ വധിക്കുന്നതിൽ പങ്കുണ്ടെന്ന് വന്നിട്ടുള്ള അവർ. അപ്പം അവരെ അവർ CPMൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ കണ്ട് ചർച്ച ചെയ്യുന്നു. വിജയരാഘവൻ തുറന്നു പറയുകയാണ്. വിജയരാഘവനെ കണ്ട് ചർച്ച. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത്? ചർച്ച അതിലേക്ക് തിരിയുകയാണ്. മനസ്സിലായോ? അത് ശരിയോ തെറ്റോ എന്നുള്ളതിലേക്ക് തിരിയുന്നു. PDP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി പീഡിതരുടെ പാർട്ടിയാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞത്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ മദനിയെ 1-2 തവണ അറസ്റ്റ് ചെയ്തത് LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴും മദനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മദനിയുടെ കാര്യം ആകപ്പാടെ കുഴപ്പമായി പോനെ. ആ പാർട്ടിയെ നമുക്കറിയാം 2009 പൊന്നാനി നിയോജക മണ്ഡലത്തിൽ PDPയുടെ കൂടി പിന്തുണയോടുകൂടി ഹുസൈൻ രണ്ടത്താണി മത്സരിപ്പിച്ചവരാണിവർ. അന്ന് VS അതിനെ ശക്തമായി എതിർത്തിരുന്നു. അവസാനം പാർട്ടി പോളിറ്റ് ബ്യൂറോ തന്നെ അന്നത്തെ PDPയുമായിട്ടുള്ള ബന്ധം തെറ്റായിരുന്നു എന്ന് വിലയിരുത്തിയതാണ്. ആ PDP ഇപ്പോൾ പീഡിതരുടെ പാർട്ടിയാകുന്നു.